എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി, അതായത് റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പുതിയ ടീച്ചർ നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യും. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട മാർക്ക് എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളുടെ ആ ഒരു പേപ്പർ വാലുവേഷൻ ചെയ്തപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. അതാണ് സ്ക്രൂട്ടിനി. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 10%, അതായത് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ, അതായത് 400 രൂപ തിരികെ കിട്ടും. റീവാലുവേഷന് 400 രൂപയും ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സ്ക്രൂട്ടിനിക്ക് 50 രൂപയുമാണ് ഫീസ്. അപ്പോൾ വിദ്യാർത്ഥികൾ, നിങ്ങൾ SSLC വിദ്യാർത്ഥികളാണെങ്കിൽ SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റും, THSLC വിദ്യാർത്ഥികളാണെങ്കിൽ THSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റുമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം മുകളിലായിട്ട് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് റീവാലുവേഷൻ സർക്കുലർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് രണ്ടാമതായിട്ടുള്ള ആ ഒരു ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു മുകളിലുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക. പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാക്കാം. പ്ലീസ് റീഡ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ദ ബോട്ടം ഓഫ് ദിസ് പേജ്. ഈ ഒരു പേജിലെ അടിയിലുള്ള മുഴുവൻ ഇൻസ്ട്രക്ഷൻസും വായിച്ച ശേഷം മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത്. IT പേപ്പറിന് റീവാലുവേഷനോ സ്ക്രൂട്ടിനിയോ ഫോട്ടോ കോപ്പി ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു റീവാലുവേഷന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ റീവാലുവേഷന് 400 രൂപ, ഫോട്ടോ കോപ്പിക്ക് 200 രൂപ, സ്ക്രൂട്ടിനിക്ക് 50 രൂപയാണ് ഈ ഒരു ഫീസായിട്ട് വരിക. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നൽകേണ്ടത്. ഈ ഒരു ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളെ ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് പരിഗണിക്കില്ല. ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്ത ആപ്ലിക്കേഷൻസ് മാത്രമേ ഈ ഒരു റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, അതുപോലെ സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ആയിട്ട് പരിഗണിക്കുള്ളൂ. ഇനി ഈ ഒരു അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തുക. അതായത് ഇവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, സെൻറ്റർ കോഡ്, സെൻറ്റർ നെയിം, മീഡിയം എന്നിവ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. അത് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്കായിട്ട് അപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1, ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2 എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ കോളം റീവാലുവേഷനും, രണ്ടാമത്തെ കോളം ഫോട്ടോ കോപ്പിക്ക്, മൂന്നാമത്തെ സ്ക്രൂട്ടിനിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷനാണ് വേണ്ടതെങ്കിൽ ആദ്യത്തെ ഈ ഒരു കോളവും, ഫോട്ടോ കോപ്പി വേണമെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു കോളവും, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പിക്ക് അതായത് റീവാലുവേഷൻ അപേക്ഷിക്കുന്നവർ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു രീതിയിൽ റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും അപേക്ഷിക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇംഗ്ലീഷ് റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് സോഷ്യൽ സയൻസിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി വേണം, അതുപോലെ അതിൻ്റെ റീവാലുവേഷൻ വേണമെന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ആഗ്രഹം. അതായത് B+ ആണ് കിട്ടിയത്. അത് എനിക്കൊരു A+ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാനപ്പോൾ അതിൻ്റെ റീവാലുവേഷൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ജസ്റ്റ് അതിൻ്റെ ആ ഒരു ആൻസർ ഷീറ്റ് നോക്കാൻ വേണ്ടി എനിക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ട് അതിന് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. തേർഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് റീവാലുവേഷനും സ്ക്രൂട്ടിനിയും വേണമെങ്കിൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ എനിക്കിപ്പോൾ കെമിസ്ട്രി റീവാലുവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ബയോളജിയും അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് ആവുക എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഇവിടെ ഞാനിപ്പോൾ രജിസ്റ്റർ നമ്പർ നൽകിയിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ മെസ്സേജ് വന്നത്. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എഡിറ്റുകൾ വരുത്തിയ ശേഷം, അതായത് ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ടെങ്കിൽ, അത് റീവാലുവേഷൻ്റെ ആദ്യത്തെ ഓപ്ഷനാണ്, അതായത് ആദ്യത്തെ ആ ഒരു ബോക്സാണ് റീവാലുവേഷൻ്റേത്, രണ്ടാമത്തെ ഫോട്ടോ കോപ്പിയാണ്, പിന്നീട് സ്ക്രൂട്ടിനിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു പിന്നീട് വരുന്ന ഫീസ് ഈ ഒരു ഭാഗത്ത് രേഖപ്പെടുത്തും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം
സബ്മിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പിന്നീട് എഡിറ്റിങ്ങുകളൊന്നും വേണ്ട എങ്കിൽ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണിച്ച ആ ഒരു ഫീസും ഇതും നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നൽകേണ്ടത്. റീവാലുവേഷന് ശേഷം 10% മാർക്ക്, അതായത് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ തിരിച്ചു കിട്ടും. ഗ്രേഡ് കുറയുകയാണെങ്കിൽ നിങ്ങളുടെ മികച്ച ഗ്രേഡ് ഏതാണോ അത് പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.